ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ വീട്ടിലല്ല, ഞാൻ പുറത്താണ്, ചെറിയൊരു വിദേശയാത്രയിലാണ്. ഇങ്ങ് ബാംഗ്ലൂർ വരെ വന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നേക്കുന്ന നമ്മൾ തമ്മിൽ പ്രോഗ്രാമിനകത്ത് ആ ഒരു ചർച്ചയാക്കപ്പെട്ടേക്കുന്ന വിഷയം, ആ ഒരു വീഡിയോസ് കുറേ കാര്യങ്ങളൊക്കെ പലരും യൂട്യൂബിലൂടെയും ഇൻസ്റ്റയിലൂടെയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആവുന്നുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട ഒരു ചർച്ചയായിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാര്യം ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ വസ്ത്രധാരണത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം ചീപ്പായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലാണ്. വിദേശത്തുള്ള പല ചാനൽസും ആണെങ്കിൽ ആ നാട്ടിലെ ഡെവലപ്മെന്റ്സ് എങ്ങനെ വളർത്താമെന്നും അല്ലെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് നാടിനെ കൊണ്ടുപോകുന്നുള്ള കാര്യങ്ങൾ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഇവിടുത്തെ ചാനൽസ് നിന്നിട്ടാണെങ്കിൽ വസ്ത്രധാരണം ശരിയോ തെറ്റോ എന്നും പറഞ്ഞുകൊണ്ട് കുറെ എണ്ണങ്ങളെ പിടിച്ചിരുത്തിയിട്ട് ഈ ചർച്ച ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിന് എന്തുവാടെ ഇതിനെയൊക്കെ പറയേണ്ടുന്നത്. ആൻഡ് ഇത് ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആവുന്നുണ്ട്, ഇതിന്റെ പല ക്ലിപ്സും കട്ടിങ്സും കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് മുമ്പ് നമ്മൾ ദയാസുജിത് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ട സമയത്തേക്ക് പറഞ്ഞ പോലെ തന്നെ കമന്റ് ബോക്സിലാണ് ഇതിനകത്ത് ആൾക്കാരുടെ കുറെ കൂടിയുള്ള വൈകൃതങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലാണെങ്കിൽ നല്ല അട്ടർ നെഗറ്റീവ് കമന്റ്സ് കുറെ സാധനങ്ങളൊക്കെ എന്താണെങ്കിലും വരാൻ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. കാര്യം ഇപ്പോഴും 2026 വണ്ടി പിടിച്ചെത്താത്ത കുറെ ടീംസ് ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അത് ചിലർ പറയാൻ പോകുന്നൊരു കാര്യമായിരിക്കും, എടാ നിന്റെ വീട്ടിലെ ആൾക്കാരെ ആണെങ്കിൽ, നിന്റെ മറ്റേ പരിചയത്തിലുള്ളവരെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീ അങ്ങനെ സമ്മതിക്കുമോ, നീ അനുവാദം കൊടുക്കുമോ എന്നുള്ളത് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാടെ അവർക്കൊക്കെ ആണെങ്കിൽ വസ്ത്രം ധരിക്കാനെ കൊണ്ട് എൻ്റെ അനുവാദം? എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ വേറെ ആരുടെ ചോദിച്ചിട്ടല്ല, എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? വേറെ ആരുടെ അനുവാദം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അവരാരും എൻ്റെ അടുത്ത് എന്തിനിടെ വന്ന് അനുവാദം ചോദിക്കുന്നു. ഇനി മേലെ അങ്ങനത്തെ വർത്താനം വന്ന് കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞേക്കരുത്. അപ്പൊ ഏതാണെങ്കിലും ഇതിനകത്ത് ഈ ചർച്ചയ്ക്കകത്താണെങ്കിൽ അജിത് വട്ടിയൂർ ഗൈസ്, നമ്മുടെ കൂട്ടുകാരുടെ ചായ കൊണ്ടുവന്ന സർണാണ്ട് എല്ലാം ക്ലീൻ ആക്കി വെച്ചേക്കോ. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അജിത് വട്ടിയൂർക്കാവ് മെൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള, അറിയാമല്ലോ മറ്റേ സവാദ് കേസൊക്കെ ഉണ്ടായ സമയത്തേക്ക് സവാദ് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ചേക്കുന്ന മഹാനെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് കൊണ്ടിരുത്തിയേക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഇതിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന്. എല്ലാവരും ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹനാനെയായിരുന്നു. കാര്യം ഹനാനാണ് ഈ കൂട്ടത്തിൽ ഇത്തിരി സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ടുകൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കിന് കുറെ ഞരമ്പന്മാർക്കൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊളിഞ്ഞടേ. എന്നിട്ട് കൊച്ചു കുട്ടികളുടെ കേസ് വരവന്മാര് പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഇവിടെ സംസാരിക്കാം. നമുക്ക് അജിത് വട്ടിയൂർക്കാവ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. ഹനാലിൽ നിന്ന് തുടങ്ങാം. എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പം സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ. അല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് എഴുതി വെച്ചേക്കുന്നത് ഒരാളുടെ വസ്ത്രധാരണം നോക്കിയിട്ട് വേണം നമുക്ക് ആ ഒരാൾക്ക് ബഹുമാനം കൊടുക്കണം എന്നുള്ളത്? സീരിയസ്ലി ഗൈസ്, ഇനി BNS വന്നപ്പോൾ ഇനി ആർട്ടിക്കിൾ ഏതെങ്കിലും അത് മാറ്റം വരുത്തിയോ? നമ്മൾ അറിഞ്ഞില്ല, നമ്മളോട് ആരും ഇത് പറഞ്ഞില്ല. വട്ടിയൂർക്കാവ് ഇങ്ങരുടെ അടുത്ത് ആരുടെ പറഞ്ഞു കൊടുത്തത്? ഒരാളുടെ വസ്ത്രധാരണത്തിനനുസരിച്ചാണ് നമ്മൾ ഒരാൾക്ക് ബഹുമാനം കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരാളുടെ പെരുമാറ്റം നല്ലതാണോ അല്ലയോ എന്ന് നോക്കിയിട്ടുള്ളതല്ലേ നമ്മൾ ബഹുമാനം കൊടുക്കുന്നത്. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആണെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അവിടെ വസ്ത്രത്തിന് എന്താണ് പ്രാധാന്യം? ഇയാളിത് ചോദിച്ചോട്ടെ, അജിത് കുമാറിന്റെ ആദരവ് ഇരിക്കുന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ. പുരുഷന്മാരുടെ കാര്യം പറയരുത്, തന്റെ കാര്യം പറ. താൻ അങ്ങനെയായിരിക്കും എന്നിട്ട് എല്ലാ പുരുഷന്മാരും തന്റെ കൂട്ടാണെന്ന് പറയരുത്. തന്റെ കൂട്ടത്തിൽ കുറെ ഞരമ്പന്മാർ അവിടെ വന്നിരിപ്പുണ്ട്, അവന്മാരെ പറ്റിയിട്ട് നമുക്ക് പറയാം. തീർച്ചയായിട്ടും താങ്കളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ആർക്ക് വേണം ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ്? എന്തിനാണ് ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ്? സവാദിന്റെ കേസിൽ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നേക്കുന്ന പെണ്ണുവിടനായിട്ടുള്ള ഇവനെ പോലുള്ളവന്മാർക്ക് പൂമാല ഇട്ട് കൊടുത്ത ഇവന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് എന്തിനാണ്ടേ? സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാനായിട്ട്? വസ്ത്രത്തിന് അനുസരിച്ചാണോ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഞങ്ങളുടെ കരിയർ ആയാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവ് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് താങ്കൾ ഒരു വീഡിയോ ഇട്ട് ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ളത് ആർജവും താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? അയ്യോ, പുരുഷന്മാരുടെ സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും വലിയൊരു അപമാനമാണ് പുരുഷന്മാർക്ക് ഇങ്ങനെ പോലുള്ള ഈ ഒരു വെടലയെ പിടിച്ചിട്ട് പ്രസിഡന്റ് ആക്കിയേക്കുന്നത്. പുരുഷന്മാരുടെ ഗണത്തിൽ പെടുത്താൻ പറ്റിയേക്കുന്ന ഒരുത്തനല്ല ഇവൻ. സീരിയസ്ലി. പിന്നെ ഇവന്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങേറെ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ട് ഇങ്ങേറെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാനാണ്? വീട്ടിൽ ചില്ലിട്ട് വെക്കാനാ?
ചില്ലിട്ട് വെക്കാനാണോ? വട്ടിയൂർക്കാവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, നല്ല ഡ്രസ്സും ധരിച്ച് നല്ല റെസ്പെക്ടബിൾ ആയിട്ട് ഒരു വ്യക്തിയാണെന്ന് വട്ടിയൂർക്കാവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് പറഞ്ഞ് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാം. വാവ്, വീട്ടിൽ ആൾക്കാരൊക്കെ വരുമ്പോഴത്തേക്കിന് വട്ടിയൂർക്കാവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലേ, എന്റെ മോളെ നീ കിടിലും. വട്ടിയൂർക്കാവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതല്ലേ എന്റെ വട്ടിയൂർ അണ്ണാ. എന്റെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഈ കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജൻസി പിള്ളേർ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ, ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അയാൾക്ക് അറിയാം ജൻസി പിള്ളേർ ആണെങ്കിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള പറഞ്ഞ കേട്ടില്ല. അതായത് അയാൾക്ക് തന്നെ അറിയാം ജൻസി പിള്ളേർ ഇങ്ങേരുടെ കൂട്ട് 2026 വണ്ടി കിട്ടാത്ത ആൾക്കാരല്ല എന്നുള്ളത് അയാൾക്കറിയാം. ജൻസി പിള്ളേർക്ക് കുറച്ച് പേർക്ക് ഈ 2026 വണ്ടി പിടിച്ച് പലരും വന്നിട്ടുള്ളത് കൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. പക്ഷെ ഇപ്പോഴും 2026 വണ്ടി പിടിച്ച് എത്താത്ത ആൾക്കാർക്കാണ് ഇപ്പോഴും ഇത്രയും കുരു പൊട്ടി കിടക്കുന്നത്. എടേ, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം വേണ്ട എന്നുള്ളത് ഇവറ്റാളാണോ തീരുമാനിക്കുന്നത്? പൊക അവിടുന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട് ബാധിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ. മലയാളികളായിട്ടുള്ള താങ്കൾ പറഞ്ഞു ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് താങ്കളെ നിങ്ങളുടെ ഈ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ വസ്ത്രധാരണം താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വസ്ത്രധാരണം തെറ്റായിട്ടുള്ളത് തന്നെയാണ്. അത് പുതുതലമുറ അനുകരിക്കുമ്പോൾ ഇയാൾ എന്തുവാണ് ഈ പറയുന്നത്? ഹനാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട വസ്ത്രധാരണത്ത് അല്ല, ഹനാന്റെ പ്രൊഫൈലിൽ കയറി നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഇവർ ഈ പറയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടുള്ള എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഒരു ജിം വെയർ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് കണ്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും പൊളിഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, സ്ത്രീകൾ നിങ്ങളാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സാരി ഉടുത്ത് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ പർദ്ദയിട്ട് ജിമ്മിൽ പോവുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ, വട്ടിയൂർക്കാവിന്റെ സർട്ടിഫിക്കറ്റ് വേണോ? പർദ്ദയിട്ട് നിങ്ങൾ ജിമ്മിൽ പോവാ, അങ്ങനെ ചെയ്യാവേ. വയസ്സിനുള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഉണ്ട്. എന്താ അവരുടെ ഡ്രസ്സിംഗിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മൂമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി പ്രശ്നം എന്താ വെച്ചാൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല. നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരെങ്കിലും ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല. കാരണം നല്ല ചൂട് ചായ കയ്യിലിരിക്കുന്നത്. ഇപ്പൊ എന്റെ മുന്നിലുള്ള ഇപ്പൊ മോതക ഞാൻ ഈ ചായ ഒഴിച്ചു പറയുന്ന വെടലത്തരം കേട്ടില്ലേ? എടി, ഇതുപോലുള്ള ഞരമ്പന്മാരെയാണല്ലോ പിടിച്ചിട്ടേക്കുന്നത്. എന്തോ സെക്ഷൽ അഗ്രഷൻ ഇവൻ പറഞ്ഞേക്കുന്ന സാധനം ഇല്ലേ, ഇത് ഞാൻ ഇവിടെ ഇട്ടൊരു സാധനം കൊടുക്കാം. വെൻ ഇറ്റ് കംസ് ടു ചൈൽഡ് ഡാഷ് ഡാഷ് frustration aggression theory is generally not considered an adequate explanation. Research shows that child is a complex behavior involving factors such as a interest in children, അതായത് പെഡോഫൈൽ, നമ്മുടെ എപ്സ്റ്റീൻ ഇതുപോലത്തുള്ള സാധനങ്ങൾ ഒക്കെ ഇല്ലേ, അതാണ്. അതിനിവൻ പറഞ്ഞേക്കുന്ന കാര്യം കേട്ടില്ലേ? അതായത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി വെച്ചിട്ട് പറയാണ്. എന്താ ബോധമുണ്ടോ ഇവനൊക്കെ? ഞാൻ ആലോചിക്കുന്നു, ഇവന്റെ വീട്ടില് കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ ഇവന്റെ ഒക്കെ മുന്നിൽ ഏതെങ്കിലും കൊച്ചു കുട്ടികളെ ആരെങ്കിലും കൊണ്ടെത്തിച്ചിട്ട് പോയിട്ട് എടുക്കാനോ കുഞ്ഞുങ്ങളെ താലോലിക്കാനോ എന്നൊക്കെ ആയിരിക്കും ചുറ്റുമുള്ള ആൾക്കാർ വിചാരിക്കും. പക്ഷെ ഇവന്റെ ഒക്കെ മൈൻഡ് സെറ്റിൽ എന്താണ് ഈ പറയുന്ന ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഈ തിയറി ഒക്കെ വെച്ചിട്ടാണെങ്കിൽ ഇവൻ ആ കുഞ്ഞിനെ കാണുന്ന ഏത് രീതിയിലായിരിക്കും? എൻ്റെ ഡവ്വേ, ഇവനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കേസിൽ ഇവനൊക്കെ ആകപ്പെടുമായിരിക്കും. സീരിയസ്ലി ഇതുപോലുള്ള കുറെ എണ്ണങ്ങൾ രാത്രി വിദേശ സഞ്ചാരം നടത്തിയിട്ട് അത് അവിടെ ഇവിടെ കാണുന്ന കുറെ സംഭവങ്ങളൊക്കെ കണ്ടു വന്നിട്ട് ഇവന്മാര് കൊച്ചു കുട്ടികളെ കാണുന്നത് മറ്റേ ഇനി ആ തിയറിയുടെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നടക്കുന്ന ഓരോ കേസസിലൊക്കെ ആണെങ്കിൽ ഇവന്മാർക്ക് ഒന്ന് വാദിച്ചാൽ മതിയല്ലോ. ഇത് സ്ത്രീകൾ അങ്ങനെ നടന്നുകൊണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഈ സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ഇതാ പറഞ്ഞത്, ചൂടിയെ അടുത്തുണ്ടായ മോന്തയ്ക്ക് അടിച്ചിരിക്കുന്ന പറയുന്ന വർത്താനം കേട്ടില്ലേ? സമൂഹത്തിന് ആപത്തായിട്ടുള്ള സമൂഹത്തിലെ കുറെ പുഴുക്കുത്തുകൾ ഒരു കോർണർ ചെയ്തിട്ട് ഇവന്മാരെയൊക്കെ ബുൾഡോസർ കയറി ഇറക്കട്ടെന്ന കുറെ ടീംസാണ് ഇവനൊക്കെ. സമൂഹത്തിന് വിപത്തായിട്ടുള്ള കുറെ എണ്ണങ്ങളാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരമ്മച്ചി, എന്റെ പൊന്നു, ഈ അമ്മച്ചിക്ക് ഇതെന്ത് പെണ്ണുമ്പള പറയുന്ന കാര്യം കേൾക്കാം. അവളുടെ ശരീരം, അവളുടെ സൗന്ദര്യം എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അവർക്കൊരു മാനദണ്ഡം ഉണ്ട്. അത് ഓക്കെയാണ്. എനിക്ക് എന്റെ തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ പിന്നെ പുരുഷന്മാരതിന് വിലയിടില്ലേ? സംഭവം ഔട്ട്ഫിറ്റിന്റെ ഈ പ്രൈസ് പറയുന്ന ഒരു ട്രെൻഡ് ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല? അതാണെന്ന് തോന്നുന്നു. സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിന് സാധാരണ നമ്മളെ ക്യാമറ കൊണ്ട് പോയിട്ടാണ് ഔട്ട്ഫിറ്റ് പ്രൈസ് പറയുമ്പോഴത്തേക്കിന് ഇത് ടോപ്പിലെ വെറും 500 ആൻഡ് ലഗേൻസിനാണെങ്കിൽ 1000 എന്നുള്ള രീതിയിലൊക്കെ പറയുമല്ലോ. അതുപോലെ തന്നെ ഇത് അവരെ കൊണ്ട് പറയിപ്പിക്കില്ല. നമ്മൾ നോക്കിയിട്ട് പുരുഷന്മാർ വില ഇടണം. ഓക്കെ, അവളുടെ ടോപ്പിന് 300 രൂപ, അവിടെ ഇട്ടിരിക്കുന്ന ലെഗിൻസിന്റെ വില അല്ലെങ്കിൽ പല്ലാസോടെ വില 500 രൂപ. പുരുഷന്മാർ വില ഇട്ട് കഴിഞ്ഞു.
അതാണോ എന്റെ പൊന്നു ചേച്ചി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ബാക്കി കേൾക്കാം. തീർച്ചയായിട്ടും വിലയിടണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സംസ്കാരമോ? ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നുള്ളത് വിലയിരുത്തുന്നത് ബാക്കിയുള്ള ആൾക്കാർ. അവർ പറയുന്നത് പ്രകാരമുള്ള വസ്ത്രം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളൊരു മോശം പെണ്ണ്, അവർ പറയുന്നത് പ്രകാരമുള്ള വസ്ത്രം ധരിച്ച നല്ല പെണ്ണ് എന്ന് പറയുന്നത് ഇതാണ് നിങ്ങളുടെ സംസ്കാരം എന്നുണ്ടെങ്കിൽ കാറ്റിപ്പുറത്ത് കളയുടെ. ഇതാണ് സംസ്കാരം. ഇങ്ങനെ ഒരു സംസ്കാരം എന്തിനാണ് നമുക്ക് ഒരാളുടെ വസ്ത്രധാരണത്തിൽ കയറിയിട്ട് അവർ അതേ ചെയ്യാൻ പാടുള്ള ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സംസ്കാരം എന്തിനാണ്? ഇങ്ങനൊരു വൃത്തികെട്ട ഒരു സംസ്കാരം എന്തിനാണ്? തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീയും ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പുരുഷന് സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല. സ്ത്രീ മാത്രം. എത്രയോ സ്ത്രീകള് സിംഗിൾ വുമൺ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊന്നും ഇവരറിയുന്നില്ലേ? എൻ്റെ പൊന്നു സ്ത്രീയെ 2026 വണ്ടി പിടിച്ച് നിങ്ങൾ വരിക. സീരിയസ്ലി ജനിക്കാൻ കാരണം പുരുഷനല്ലേ? അതെ, പുരുഷൻ ഒരു ദിവസം ആണെങ്കിൽ പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇന്ന് എനിക്കൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് വിചാരിച്ച് ഓം ഹ്രീം ഐം ഹ്രീം സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വയറ് വീർക്കുന്നു, പെട്ടെന്ന് ഊരിയെടുക്കുന്നു, ആ കുഞ്ഞ് ജനിച്ചു. ഇങ്ങനെയാണോ ഇതിന്റെ പ്രോസസ്സ്? അല്ലല്ലോ. അവിടെ ഒരു സ്ത്രീയും കൂടെ വേണ്ടേ? രണ്ടുപേരുടെ ഈക്വൽ ആയിട്ടുള്ള ഈ പറയുന്ന അവരുടേതായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുന്നത് കൊണ്ടല്ലേ ഇവിടെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പം ഇതിനകത്തിൽ ഏറ്റവും ഇതായിട്ടുള്ള മോശമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സ്ത്രീയാണ് വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങളാണിത്. അപ്പൊ ഈ ഇക്വാളിറ്റി എവിടെ? സ്ത്രീക്കും പുരുഷനും തുല്യത എന്നൊക്കെ പറയുന്ന അതൊന്നും ഇല്ല എന്റെ പൊന്നി ചേച്ചിയെ. ഒരു പുരുഷൻ മാത്രമായതുകൊണ്ടാണ് ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നത്. സ്ത്രീയും കൂടിയാണ്. അപ്പൊ പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥം? അതുകൊണ്ട് പുരുഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഇപ്പം പുരുഷൻ ഇടപെടണം. ഓക്കെ, നമ്മളൊരു പുരുഷനായിട്ട് നമുക്ക് ഇടപെടാം. ഇവരിട്ടേക്കുന്ന ഈ ഒരു സാരിയുടെ കൂടെ ഷോൾ എന്തി? നിങ്ങൾ എന്തുകൊണ്ട് ഷാളിട്ടില്ല? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ ഇടപെടുമ്പോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ല. സാരി കൊടുക്കുമ്പോ ഷാളിടണം, അത് നിർബന്ധ. എന്തേ നിങ്ങളത് ഇട്ടില്ല? വട്ടിയൂർജി പറഞ്ഞതുപോലെ ബഹുമാനിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ വസ്ത്രം ധരിച്ചില്ല, നമുക്ക് ബഹുമാനിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ബഹുമാനം തരാൻ പറ്റത്തില്ല. സീരിയസ്, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ സാരി ഉടുത്തില്ല? അയ്യോ, സാരിയുടെ കൂടെ ഷാളിട്ടില്ല. ഇത് പ്രശ്നമായ ടേട്ടായി പ്രശ്നമാണ്. ടേട്ടായി കലിപ്പനാന്നേ. ടേട്ടായി ഒരു ഇത്തിരി ടോക്സിക് ആന്നേ. ടേട്ടായിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പുരുഷനായിട്ട് ഇടപെട്ടേ പറ്റൂ. കാരണം എനിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ബിക്കിനി ഇട്ടോണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും അത് പാടില്ല. ഞങ്ങളെ പോലുള്ള സമൂഹത്തിന് കണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. നല്ല ഡ്രസ്സ് ഞങ്ങളുടെ മുന്നിൽ വന്നാൽ സ്കൂളിൽ പോകാൻ പറ്റില്ല. ഈ സ്കൂളുകൾ ആരാധനകൾക്ക് അവർക്ക് ഒരു പൊതു ചട്ടമുണ്ട്. അങ്ങനത്തെ ഡ്രസ് കോഡ് ഇടാൻ പൊതുനിരത്ത് അങ്ങനെ ഒരു ചട്ടം ആരും വെച്ചിട്ടില്ല. അത് ഉള്ളിടത്തോളം കാലം ഇഷ്ടമുള്ള ഡ്രസ് പൊതുവിടത്തിൽ ചട്ടമുണ്ട്. പൊതുവിടത്തിൽ ചട്ടയില്ലെന്ന് പറയാൻ പറ്റില്ല. പൊതുവിടത്തിൽ ചട്ടമുണ്ട്. പൊതുവിടത്ത് എന്നാ ചട്ടവാ? പൊതുവിടത്ത് എന്നാ ചട്ടവാ? ഇന്ത്യൻ ഭരണഘടനയിലില്ലാത്ത എന്ത് ചട്ടമാണ് നിങ്ങൾ പൊതുവിടത്തെ കണ്ടത്? പറ. പൊതുവിടെന്ന് പറയുന്ന പൊതു സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ ഈ സമൂഹം എന്ന് പറയുന്നത് ഈ പെണ്ണുമ്പിളെ മറ്റേ വട്ടിയൂർക്ക അജിത്തും ഇങ്ങേരും ഒക്കെയാണ് നടക്കുന്നതാണോ സമൂഹം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ സമൂഹത്തെ തൃപ്തിപ്പെടുത്തിട്ട് ഇവിടെ ഏതൊരു വ്യക്തിക്കാണ് ജീവിക്കാൻ പറ്റുന്നത്? ഓക്കെ, നമ്മളിപ്പോൾ ഇവർ പറയുന്ന പ്രകാരം സമൂഹത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത് വിചാരിക്കുക. ഈ സമൂഹം അവരുടെ വീട്ടിൽ അന്നന്ന് വേവിക്കാനുള്ള അരി വാങ്ങാനുള്ള പൈസ കൊണ്ട് കൊടുക്കുവോ? അല്ലെങ്കിൽ അരി കൊണ്ട് കൊടുക്കുവോ? സമൂഹത്തെ തൃപ്തിപ്പെടുത്തി അയ്യോ പെണ്ണുമ്പിള എനിക്ക് പെരുത്തേറി വരുന്നുണ്ട്. സമൂഹത്തെ തൃപ്തിപ്പെടുത്തി ജീവിക്കണമെന്ന് പോലും. ഈ സമൂഹം വീട്ടിൽ അരി വേകാനുള്ള വക ഉണ്ടാക്കി കൊടുക്കുവോ? ഹനാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കും മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, മീൻ വെട്ടി നടന്ന കുട്ടിയായിരുന്നു. കുട്ടി വളരും തോറും ശരീരത്തിലെ തൂണ് കുറഞ്ഞു വരിക. അപകടം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചു നടക്കുന്നത്? എന്തിനാടെ നിങ്ങളുടെ അംഗീകാരം? ഓക്കെ, സമൂഹം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ പെൺപിള്ളെ വട്ടിയൂർ അജിത്ത് ഇവരുടെയൊക്കെയാണ്, ഇവരുടെ സർട്ടിഫിക്കറ്റ് ആണ്, ഇവരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ളൂ. കുഞ്ഞുനാളിൽ നല്ല കുട്ടിയാണ്, വലുതായപ്പോഴത്തേക്കിന് ഡ്രസ്സ് അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് അവൾ ചെയ്തപ്പോഴത്തേക്കിന് അവളൊരു മോശം കൊച്ചായി, അവളൊരു നശിച്ച കൊച്ചായി മാറി ഈ പെൺപിള്ളയുടെ ഇത് വെച്ചിട്ട്. പിന്നെ നിങ്ങൾ ഈ ശരീരം കാണുന്നു അതാണ് പ്രശ്നമായിട്ട് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ പല ആളുകളും പറയുന്നത് കേരളത്തിന്റെ മാന്യമായിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത് സാരിയല്ലേ. അപ്പൊ ഈ സാരി ഉടുക്കുമ്പോഴത്തേക്കിന് വയറ് കാണാം, അവിടെ പല ഭാഗങ്ങളും കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണുമ്പം നിങ്ങൾ നേരെ പറയോ ഇതൊരു മോശമാണെന്നുള്ളത്?
മോശ സ്ത്രീയാണെന്നുള്ളത് പറയോ? അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ സാരി ഉടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ പുറത്തൂടെ പർദ്ദയിട്ട് കണ്ണ് കാണരുത്, കണ്ണ് മൂടി വെച്ചിട്ട് മറ്റേ താലിബാന്റെ അണ്ടറിലുള്ള അഫ്ഗാനിസ്ഥാന്റെ കൂട്ട് അതുപോലെ എല്ലാവരും വസ്ത്രം ധരിച്ച് നടക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നല്ല കുട്ടികൾ. അങ്ങനെയാണോ? ബിക്കിനി ഇട്ടിട്ടോ മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ picture ഒന്ന് കാണിച്ചേ. ആ ചിത്രം ഒന്ന് കാണിച്ച് തന്നതിന് ശേഷം സംസാരിക്കൂ. എന്ത് മാന്യമല്ലാത്ത വസ്ത്രമാണ് താങ്കൾ കണ്ടത്? പണ്ടത്തെ സ്ത്രീകൾ മാറുമറക്കാതെ നടന്നിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നാണ് ഒരു മുണ്ടും ബ്ലൗസുമായി ഒരു നേരിയതായി ആണുങ്ങൾ ഒരു തോർത്തു മാത്രം കൊടുത്തോണ്ട് നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്തുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്? അന്ന് വസ്ത്രം ഇല്ലായിരുന്നു. ഇത്രയ്ക്കുള്ള ബുദ്ധിയെ പെണ്ണുമ്പിള്ളക്കുള്ളൂ. അന്ന് വസ്ത്രം ഇല്ലാത്തത് കൊണ്ടല്ല, അന്ന് ഈ മാറി മറക്കാൻ ഇങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെതിരെയായിരുന്നു എല്ലാവരും സമരം ചെയ്തത്. എന്റെ പൊന്നോ, ജാതി വിവേചനം ഇതൊക്കെ നമ്മുടെ നാടുണ്ടാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ആരെയും ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാലിനെ പേടിച്ച് ഒളിച്ചു കഴിയുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് വായിന്ന് മൊത്തം വീഴുന്ന മൊത്തം അപരാധം. മാറി മറയ്ക്കൽ സമരം നടത്തി അങ്ങനെ മാറി മറയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ട് നിങ്ങൾ മാറി മറയ്ക്കുന്നുണ്ടോ? എടാ, ഇയാൾ ഇനി മറ്റില്ല കണ്ണാടി വെച്ചിട്ടുണ്ടോ? നമ്മൾ മറ്റേ ഇയാൾ വെച്ചേക്കുന്ന ഈ കണ്ണാടിയെ എനിക്ക് തോന്നുന്നു എന്റെ ഇൻവിസിബിൾ കണ്ണാടിയാന്ന് തോന്നുന്നു. കാര്യം വെച്ചാൽ, സോറി, ഇൻവിസിബിൾ അല്ലല്ലോ പറയുന്നത്. അതായത് നമ്മൾ ഒരാളുടെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് വസ്ത്രം മാത്രം കാണത്തില്ല, ഫുൾ ബോഡി മാത്രം കാണുന്ന തരത്തിലുള്ള കണ്ണാടി. ഇനി അതാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. കാര്യം അവിടെ ആരും മറയ്ക്കാതെ എല്ലാം കാണിച്ചുകൊണ്ട് അവിടെ ഒരാൾ വന്നിരുന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇത് മറയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. വാട്ട് ബ്രോ, ഇയാളുടെ കണ്ണാടി ചെക്ക് ചെയ്യണം. ഈ ഒരു വിഷയമാണ്. ശരിക്കും ഉള്ളതാണോ? ഇനി ആ കണ്ണാടിയാണോ നിങ്ങളുടേത്? സെയിലിനെങ്ങാണം വെച്ച് കഴിഞ്ഞാൽ നല്ല വിലയ്ക്ക് ഇത് വിറ്റ് പോകും കേട്ടാ. സീരിയസ്ലി പൊക്കാ അവിടുന്ന്. എടേ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. ഇന്ന് ഒരാൾ ഇപ്പം മറ്റേ താലിബാന്റെ കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിലെ കൂട്ട് എല്ലാവരും വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഒരാളുടെ ചോയ്സ് ആണ്, അവരുടെ കംഫർട്ടിനനുസരിച്ച് അവർ വസ്ത്രം ധരിക്കുന്നതിൽ എന്താണ്ടേ പ്രശ്നം? അവരെല്ലാവരും ഫുള്ള് തുറന്ന് നേക്കഡായിട്ട് അങ്ങനെ നടക്കുകയല്ലല്ലോ. അങ്ങനെ നടക്കുക നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സൈറ്റ് മാറി കയറിയതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കയറുന്ന നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ മറ്റേ ഒന്ന് ലെഫ്റ്റ് അടിച്ച് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അല്ലാത്ത കുറച്ച് സംഭവങ്ങളോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പാതിരാത്രി ആകുമ്പോഴത്തേക്കും വിദേശയാത്രയൊക്കെ നടത്തിയിട്ട് വരും. എല്ലാവരും ഇങ്ങനെയാണെന്ന് വിചാരിക്കും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയാണ് നിങ്ങൾ എന്നിട്ട് മറയ്ക്കുന്നുണ്ടോ? ചേട്ടാ, നിങ്ങൾ സൈറ്റ് മാറി കയറിയിട്ടാ, നിങ്ങൾ വേറെ സൈറ്റിലോട്ട് വരിക. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത സൈറ്റിലൊക്കെ നിങ്ങൾ കയറി നോക്കുന്നത്? അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നത്? വസ്ത്രം ഉപയോഗിക്കുന്നു, ധരിക്കുന്നു, അത് ആരുടെ ഇഷ്ടപ്രകാരം, പുരുഷന്റെ ഇഷ്ടപ്രകാരം കൂടി ആണെങ്കിൽ നന്നായിരിക്കും. മാം, ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഏത് പുരുഷന്റെ അനുവാദം ചോദിക്കണ്ടേ? എന്റെ കാശിൽ ഞാൻ കൊടുത്തു വാങ്ങുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വസ്ത്ര സ്വാതന്ത്ര്യം ബാക്കിയുള്ള മൗലികാവകാശങ്ങളൊക്കെ ഉണ്ട്, സംബന്ധിച്ചു. സാരി വിൽക്കുന്ന പോലെ തന്നെയാണ് ഹനാനിട്ടിരിക്കുന്ന ഡ്രസ്സും ക്രോപ്പ് ടോപ്പും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കടകളിൽ വിൽക്കുന്നത്. നിയമപ്രകാരം ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്ത്രം കടകളിൽ വിൽക്കാൻ പാടില്ലല്ലോ. അവിടെ വിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ നമ്മുടെ അധ്വാനിച്ച കാശ് കൊടുത്ത് വാങ്ങുന്നത്. അപ്പൊ കാശ് കൊടുത്ത് വാങ്ങുന്ന എനിക്ക് അത് ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അടുത്ത കാര്യം പറഞ്ഞത് സ്കൂളുകളിലെ കാര്യം പറയുന്നത്, ഒരു വാക്കി വെച്ചോട്ടെ. മാം എന്തുകൊണ്ട് ഫ്രണ്ടെല്ലാം മറച്ചു വന്നിരിക്കുന്നു ഇവിടെ? അത് എന്റെ സ്വാതന്ത്ര്യം മാം, സംസ്കാരം. ഞാനിപ്പോ കാശ് കൊടുത്ത് വാങ്ങിയ എന്റെ ഡ്രസ്സ്. അപ്പൊ മാം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? എന്റെ കാലിന് ഇത്രയും ഭാഗം കാണുന്നു, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? പെണ്ണുമ്പിള്ളേ, നിങ്ങൾക്ക് എന്ത് വയ്യേ? കുറെ എണ്ണം പറയുന്നതാണ് ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോഴത്തേക്കിന്. ഇപ്പൊ കമന്റ് ബോക്സിലും കുറെ എണ്ണം പറയാം, എന്നാൽ എല്ലാം കൂടെ ഊരിയിട്ട് നടക്കാൻ പറയടാന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, തുണി ഇല്ലാതെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നതിനല്ല ഈ വസ്ത്ര ഇതെല്ലാം പറയുന്നത്. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു. ഇപ്പൊ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, അതിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ പറഞ്ഞ അടുത്ത ഡയലോഗാ, എന്നാൽ പിന്നെ നിങ്ങൾ തുണി ഇല്ലാതെ നടക്കുന്നത്. ഇവന്റെ എവിടെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? തുണിയില്ലാതെ നടക്കാന്ന് പറയുന്നത് അതല്ല ഇവിടെ വസ്ത്ര സ്വാതന്ത്ര്യത്ത് പറയുന്നത്. അത് മനസ്സിലായില്ലേ? ഈ പെണ്ണുമ്പോൾ ഇവർക്ക് ഇവരുടെ ഏതോ മക്കളോ കൊച്ചുമക്കളോ ആരാണ്ട് ഫോൺ കൊടുത്തിട്ട് അമ്മേ ഇത് നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ സൈറ്റ് മാറി വല്ലതും കയറിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇക്കളിപ്പെടുത്തുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ടെലഗ്രാം ഗ്രൂപ്പുകളിലോ പിടിച്ച് കയറ്റിയിട്ടുണ്ടായിരിക്കും ഇവരെ. അതായിരിക്കും ഇങ്ങനെ പറയുന്നത്, ഇതാണ് വസ്ത്രം തരുന്നത്. വട്ടിയൂർജി, നിങ്ങൾ മറ്റേ ആ കണ്ണാടി ഇനി ഇവർക്ക് വെക്കാൻ കൊടുത്ത് പുള്ളിക്കാരി ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും മറ്റേ വസ്ത്രം കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നേക്കഡ് ബോഡി അത് മാത്രം കാണുന്ന ആ കണ്ണാടിയാണോ? ഇറ്റ്സ് ഹോറിബിൾ. പറയുന്നത് ആദ്യം ശ്രദ്ധിക്കും, ആസ്വദിക്കും. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പുരുഷ ചെറുപ്പക്കാര് നിങ്ങളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കുന്ന ഹനാനെ ആയിരിക്കും. അതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളെ നോക്കാത്തതാണോ പ്രശ്നം? ഹനാനെ നോക്കുന്നതാണോ പ്രശ്നം? എന്റെ പൊന്നമ്മച്ചി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഡേറ്റ് കഴിഞ്ഞ മുട്ട പപ്സ് ആർക്കും വേണ്ട. അവർക്കത് വേണ്ട, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കുക. ഹനാനെ നോക്കുന്നുണ്ട്, എന്നമ്മച്ചി അമ്മച്ചിനെ നോക്കാത്തതാ? അമ്മച്ചി ഡേറ്റ് കഴിച്ചു പോയി, അതുകൊണ്ടാ.
എന്തുകൊണ്ടാണ് സ്ത്രീ ധരിക്കുന്ന വസ്ത്രത്തിൽ എമൗണ്ട് ഓഫ് സ്കിൻ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുന്നത്? എന്റെ പൊന്നടാവേ, എന്തുകൊണ്ടാണ് പുരുഷന്മാരെ മുണ്ടെടുക്കുന്ന സമയത്തേക്ക് തൊട വരെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്ന സമയത്തേക്ക് ഫുൾ ബോഡി കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്? അതിനൊന്നും പ്രശ്നമില്ലേ? അത് കാണിക്കുന്നതിന് പ്രശ്നമില്ലേ? എത്രയോ ആൾക്കാർ അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാണിക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ലേ? എന്തടാ സ്ത്രീകൾ എങ്ങനെ ചെയ്തത്? ഐ മീൻ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ അത് ഇത്. എടാ, ആണുങ്ങളുടെ എത്രയോ പേരുടെ ബോഡി ഇപ്പോൾ ഫുൾ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിട്ട് ബാക്കിയുള്ള ശരീരങ്ങൾ കാണിക്കുന്നുണ്ട്. എത്രയോ കൊച്ചാട്ടന്മാർ ഷർട്ട് പോലും ഇല്ലാതെ നമ്മുടെ റോഡിൽ കൂടെ തേരാപ്പാരം നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും പ്രശ്നമില്ല. ഈ വികാര വിചാരങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ തോന്നുള്ളൂ, സ്ത്രീകൾക്ക് തോന്നുന്നില്ല. എന്തടാ? ഇത്രയും പേർക്കപ്പുറം ഈ കേരളത്തിൽ കുറച്ച് പേർ കാണുന്നതിനപ്പുറം ഈ ലോകം ഈ ചർച്ച കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാം. കാരണം അത്രയും വിയേർഡായിട്ട് രണ്ടുപേർ തന്നെ എത്ര മനോഹരമായിട്ടാണ് പുരുഷാധിപത്യം ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾ പാട്രിയാർക്കിക്കെതിരാണ്, പക്ഷെ ഞങ്ങൾ കംപ്ലീറ്റ് പുരുഷനെ കുറ്റം പറയും, എന്നിട്ട് നിങ്ങൾ പുരുഷന്റെ അടിമയാണ്, നിങ്ങൾ അത് അറിയുന്നില്ല പക്ഷെ ഞങ്ങൾ അത് അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ കോമൺ സെൻസിന് എത്രത്തോളം നിരക്കാത്ത രീതിയിലാണ് ഈ രണ്ടുപേർ ഈ ചർച്ച കൊണ്ടുകൊണ്ടിരിക്കുന്നത്. യൂസ് എഡിറ്റ് ചേച്ചി കൂട്ടത്തില് ഇത്തിരി വിവരം ബോധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന ഈ ചേച്ചിനെയാണ്. പുള്ളിക്കാരി പറഞ്ഞത് ഇത് ഒരാളെ കാണിക്കാൻ അത്രയും വൃത്തിയായിട്ട ഒരു ചർച്ച. അതും വന്ന് പറയുന്നു കൊച്ചു കുട്ടികളുടെ കേസിലേക്ക് ഇവന്മാര് പറഞ്ഞു കേട്ടില്ലേ? ഇത് ഫ്രസ്ട്രേഷൻ തിയറി. എന്റെ അമ്മൂമ്മയുടെ തേങ്ങാ പോലെ സമൂഹം ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പ്രബുദ്ധ കേരളം എന്ന നാഴികയ്ക്ക് 40 വട്ടം പറയുകയും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് നിലവാരത്തിനൊത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ ജർമ്മനിയും ഫ്രാൻസും സ്പെയിനും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഒക്കെ വസ്ത്രത്തിന് നൽകിയിട്ടുള്ള ആ കൾച്ചർ അനുവർത്തിച്ചു പോകുന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. ആര് എന്ത് ധരിക്കണം എന്നുള്ളത് തീർത്തും ആ വ്യക്തിയുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു വാചകത്തോട് പൂർണ്ണമായി ഞാൻ യോജിക്കുന്നു. അയാളുടെ ഡ്രസ് ഇട്ട് കണ്ടാൽ അയാളെ വിലയിരുത്താൻ സാധിക്കുമ്പോൾ എനിക്കതിന് മറുപടി ഉള്ളത്, ഒരു വ്യക്തിയെ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൗ ദാറ്റ് പേഴ്സൺ ഈസ് യൂസ്ഫുൾ ടു ദ സൊസൈറ്റി. സമൂഹത്തെ സംബന്ധിച്ച് ആ ഒരു ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതിയാകും. സമൂഹത്തിന് ആ വ്യക്തി ഉപകാരിയാണോ അത്രമാത്രം മതി. അയാൾ എന്ത് ധരിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എന്ത് വ്യക്തിജീവിതത്തിന്റെ സ്പേസിൽ എങ്ങനെയാണ് നോക്കണം. ഇനി നമുക്ക് നോക്കാം, സമൂഹത്തിന് ഉപകാരിയാണോ ഈ പറഞ്ഞേക്കുന്ന വട്ടിയൂർക്കാവ് അജിത്തും ആ സാരി എടുത്ത് തന്നിരിക്കുന്ന ആ പെണ്ണുമ്പിളെ എന്നുള്ളത് നമുക്ക് നോക്കാം. വട്ടിയൂർക്കാവ് അജിത്ത് പറയാണ്, നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ മാത്രമേ ഞാൻ നിനക്ക് റെസ്പെക്ട് തരുള്ളൂ, ബഹുമാനം തരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെന്ത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ച് സ്ത്രീകൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറി പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളാണോ? അതുകൊണ്ടാണ് നിങ്ങൾ മറ്റേ സവാദിനെയാണ് പൂമാലയിട്ട് സ്വീകരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട, ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ആഗ്രഹം, മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആദ്യം മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ആണുങ്ങൾക്ക് ഈ പറയുന്ന ഒരു പെൺകുട്ടികളെ എങ്ങനെ മാന്യമായിട്ട് നോക്കാന്നുള്ള രീതിയിൽ ആദ്യം ഫസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ ഒരാളുടെ അടുത്ത് റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറാന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഒരാളുടെ സ്ത്രീയുടെ വസ്ത്രം മോശമാണെന്നുണ്ടെങ്കിൽ അവളെ കയറി എന്തും ചെയ്തോളൂ എന്നുള്ള മറ്റേ ഷഫീന ബീവിയൊക്കെ അന്ന് ദയാസുജിത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ കുത്തുകളൊക്കെ അവിടെ ഇരുന്നിട്ട് പറയുന്ന കാര്യം കേട്ടില്ലേ, സാരി ഉടുത്തോണ്ടെന്ന് പറയുന്നത്. അത് ഇവര് സമൂഹത്തെ തൃപ്തിപ്പെടുത്തുന്നത്. മാങ്ങ നല്ല വർത്താനം വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വിദേശ യാത്രയിൽ വന്നിരിക്കുന്നതുകൊണ്ട് കുറെ ഗന്നടികരായതുകൊണ്ട് അവർക്കൊന്നും മലയാളം പക്ഷെ മനസ്സിലാവുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ കേൾക്കും. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അണ്ണ വർത്താനം ഞാൻ പറഞ്ഞതിനെപ്പോഴും ഇവിടെ അണ്ണങ്ങൾ വന്ന് പറയുന്ന കാര്യം കേട്ടില്ലേ. പിന്നെ മനസ്സിലാക്കണം, ഞാൻ എത്രയോ തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ പോലും ആ ഒരു ലേഡി എടുത്തോട്ട് ഒരാളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ പോകുന്ന സമയത്തേക്ക് ആ ഒരു ലേഡി ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ ആ നോനെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ടാണ് ഒരു ആണിനെ വളർത്തിയെടുക്കാനെ കൊണ്ട്. അത് വളർത്താൻ പറ്റാത്ത കുറെ കഴിവുകെട്ട പേരൻസ് നമ്മുടെ നാട്ടിലുള്ളതാണ് ഏറ്റവും വലിയ ശാപം. അവരുടെ കഴിവുകേടാണ് ഇവർ വന്ന് നേരെ കമന്റ് ബോക്സിൽ ഇതിനകത്തൊക്കെ വന്നിട്ട് 2026 വണ്ടി പിടിച്ച് വരാതെ വന്ന് തീർക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണെന്നുള്ളത്. എൻ്റെ പൊന്നോ, മര്യാദയ്ക്ക് ആമ്പിള്ളേരെ വളർത്താൻ പഠിക്കുക, എന്നിട്ട് വന്നിട്ട് വർത്താനം പറ. അത് മര്യാദയ്ക്ക് നല്ലൊരു പേരൻ്റ് അല്ലാത്തതുകൊണ്ട് മക്കളെ നല്ല രീതിക്ക് വളർത്താൻ അറിയാത്തവരുമാണ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണെന്ന് പോലും. കൊച്ചു കുട്ടികളുടെ കേസിൽ ഈ മാങ്ങാത്തലേനൊക്കെ പറഞ്ഞേക്കുന്ന കാര്യം കേട്ടില്ലേ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പം ശരി, ബൈ. അപ്പോൾ എടാ, കന്നഡയിൽ എങ്ങനെയാടാ ഗുഡ് ബൈ പറയുന്നേ? അപ്പോൾ നമുക്ക് കന്നഡയിൽ ഗുഡ് ബൈ പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് നമസ്കാരം വരാം. അന്തരിക്കും നമസ്കാരം. അടുത്തൊരു വീഡിയോയിലായിട്ടാണ്. അപ്പം ശരി, ബൈ.